നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ ഒരു അപ്പാപ്പനെ പരിചയപ്പെടുത്തുകയാണ്. ഈ അപ്പാപ്പൻ എന്ന് പറയുമ്പോൾ അറിഞ്ഞ വളരെ വിചിത്രമായ ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അത് നമുക്ക് കേട്ടു നോക്കാം. എൻ്റെ പേര് ഷാജഹാൻ. ഞാൻ 2-3 ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരെയും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഞാൻ രക്ഷപ്പെടുത്തി. ഞാൻ രക്ഷപ്പെട്ടില്ല, ഞാൻ പടുകൂടിയിലാണ്. ഒരു 2-3 ദിവസം മുമ്പ് എന്നെ മെഡിക്കൽ കോളേജിൽ വെച്ച് വണ്ടി ഇടിച്ചു. അല്ല, ഓട്ടോറിക്ഷക്കാർക്ക് അറിയാം, ആ പയ്യന്മാരെ അവർ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു വിട്ട് 1 വർഷം മെഡിക്കൽ കോളേജ് ആശുപത്രി കിടന്നു. വീട്ടിൽ നിന്ന് പൈസ ചിലവാക്കി 10 ലക്ഷം രൂപയോളത്തോളം. പിന്നെ ജോലിക്ക് കൂലിക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ചോറൊക്കെ വാങ്ങിച്ച് ചപ്പാത്തിയൊക്കെ കിട്ടും, അത് വാങ്ങിച്ച് കഴിച്ച് ഇവിടെ കഴിഞ്ഞു കൂടുകയാണ്. ഞാനിവിടെ മെഡിക്കൽ കോളേജിൽ വന്ന സമയത്താണ് എന്നെ ഒരിക്കൽ വണ്ടി ഇടിച്ചത്. 2 പയ്യന്മാരെ കള്ളുപിടിച്ചൊന്ന് ഇടിച്ചതാണ്. ഓട്ടോറിക്ഷക്കാർക്കറിയാം, അവരറിഞ്ഞുകൂടാന്ന് പയ്യന്മാരെ പറഞ്ഞു വിട്ടു. അങ്ങനെ 1 വർഷം ഇവിടെ കിടന്ന് 10 ലക്ഷം രൂപയോളം വീട്ടിൽ നിന്നാണ് ചിലവാക്കിയത്. എങ്കിലും ഒരു കൂലിപ്പണിക്ക് പോലും ഇപ്പം പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. പിന്നെ ഇവിടെ നിന്ന് ചോറൊക്കെ കിട്ടും, ചപ്പാത്തിയൊക്കെ കിട്ടും, അതൊക്കെ കഴിച്ച് ഇവിടെ തന്നെ കിടക്കും. അങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. പിന്നെ പോകുന്ന റിപ്പോർട്ട് എന്നുള്ള കണ്ടീഷനിലാണ്. ഗവൺമെൻറ് ബാങ്കിലോട്ടായിരുന്നു. 10-13 വർഷം പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം ദൂരദർശനിൽ കിട്ടി, ദൂരദർശനിൽ പോയി. അങ്ങനെ ആ സമയത്താണ് ഒരു അലവലാതി കുടുംബത്തിൽ പോയാണ് പെണ്ണ് കിട്ടിയത്. അങ്ങനെയല്ല സംഭവിച്ചത്. പെണ്ണ് കിട്ടിയത് എനിക്ക് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് ഒരു 3 വർഷം കഴിഞ്ഞ് 90 വന്ന് ഞാൻ 1-10 കൂടെ ഇട്ട് ടെക്നോ പാർക്കിനോട്ടൊരു വീടും കൂടെ വാങ്ങിച്ചു. അത് 7 രൂപയ്ക്ക് വസ്തു വിറ്റ് ബാങ്കിൽ ചെന്നപ്പോൾ എൻ്റെ പേര് വയ്ക്കില്ല. അത് അവളെ അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം ഞാൻ വീടൊക്കെ വേറെ പോയി നോക്കി. അതിനുശേഷം അപ്പുറത്ത് അയലോക്കത്തുള്ള ഒരാളാണ് എൻ്റെ അടുത്ത്, ആ വീട്ടുകാരാണ് എൻ്റെ പറഞ്ഞു തന്നത്, 6 ലക്ഷം രൂപ അവളെ അനിയത്തിക്ക് സ്ത്രീധനം കൊടുത്തു, വസ്തു ഒന്നും വാങ്ങിക്കില്ല. കേസ് കൊടുത്തതിന് ശേഷം അവൾക്ക് 5000 രൂപ കോടതി വിധിയായി, ജോലി കളഞ്ഞു. ഇല്ല, നമ്മളെ വീട്ടിൽ ആരും അടുപ്പിക്കുകയില്ല ഇപ്പോൾ. അവരെ എല്ലാം പറ്റിപ്പ് പാർട്ടിയാണ്. ഇവിടെ ഒരു കുട്ടിമാരുടെ മോൻ്റെ കോട്ടയം നിന്നാൾ പേപ്പറിൽ വന്ന കല്യാണ വീരൻ എന്ന് പറഞ്ഞ് പേപ്പറിൽ വന്നു. അവ എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് ഒരു പെണ്ണ് കഴിക്കുന്നു. അങ്ങനെ ഒരുത്തെ. പിന്നെ ഇയാൾ വാപ്പ ഗൾഫിൽ മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അയാളും ജോലിക്ക് വരില്ല, വെള്ളമടി ചൂത് പാട്ടയാണ് അവിടുന്ന് കയറ്റി വിട്ടതിന് ശേഷം ഞാൻ ജോൺ സാമുവൽ സിനിമ നടനം ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഇങ്ങനെ ഈ സിസ്റ്റേഴ്സിൻ്റെ മറ്റേ പരസ്യത്തിൻ്റെ എല്ലാം ആൾ നല്ല പിടിയുണ്ട്. അയാളുടെ കെയർ ഓഫിൽ അയാൾ വിളിച്ച് പറഞ്ഞ് മസ്കറ്റിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. കയറ്റി വിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഒരു എഴുത്തുപോലുമില്ല. ഞാൻ ചത്തുപോയി കാണും എന്ന് വിചാരിച്ചു. അതിനോടത്ത് കയറ്റി വിട്ട് അവിടെ കള്ളുകൂടി കേസൊക്കെ ആയി ജയിലിൽ കിടന്നാണ് വന്നത്. വന്ന് ക്യാൻസറായിരുന്നു, അയാൾ മരിച്ചു. വെറും അലവലാതി കുടുംബം. വേറെ എനിക്ക് പറയാത്തത് നശിച്ചത്. ഈ കാലിന്റെ അവസ്ഥ എന്താ? കാലിപ്പോൾ ഈ മഞ്ഞ് സമയമൊക്കെ ആകുമ്പോൾ വേദന. അങ്ങനെ ഇവിടെ കാണിച്ചപ്പോഴേ ഒരു ഗുളിയൊക്കെ തന്നപ്പോൾ അത് മാറി അപ്പുറത്തെ കാലിലായി. ഇല്ല, ഓട്ടോറിക്ഷക്കാർക്ക് ഈ പയ്യന്മാർ ഇവിടെ ഉള്ളത്. പോലീസ് വന്നിട്ട് ചോദിച്ചവൻ പറഞ്ഞ് അവർക്ക് അറിഞ്ഞൂടാ, 2 പയ്യന്മാരടിച്ചിട്ട് പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വേറെ ആൾക്കാർ കടകളിലൊരാൾ പറഞ്ഞ് ഇവർക്ക് അറിയാവുന്ന ടീമായിരിക്കണം, അവരാണ് പറഞ്ഞു വിട്ടത് എന്നാണ് ആ കടക്കാരൻ പറയുന്നത്. അങ്ങനെ ഈ ലോകത്തില് ഒരാളെ ഇടിച്ചിട്ടൊക്കെ വേറെ കൊട്ടേഷനിൽ ഇടിച്ചിട്ടൊക്കെ പോകാൻ എളുപ്പമാണ്. എല്ലാ കേസും ഇന്ന് പൈസ കൊടുത്ത ഒരാളെ കൊല്ലാനൊക്കെ എളുപ്പമില്ല. ഒരു മൃഗ അങ്ങനെ ഇനക്കാര് രൂക്ഷമായിട്ട് പോകും. ഇപ്പൊ ഇന്ന ആളെ ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ പറഞ്ഞ നേരെ കേസിൽ അങ്ങനെ പോവുകയില്ല. ഇത്ര രൂപ പറയുന്നത് ചെയ്യുന്നു, വേറെ ഇതൊന്നുമില്ലല്ലോ. എത്രയോ സംഭവങ്ങൾ ഈ ഇവര് തന്നെ ഈ പറയണ്ട. ഈ മറ്റുള്ള ടീമുകൾ ഈ കേസ് ഈ നക്സലിന്റെ ടീം പോലെയാണ്. 2 പേരെന്ന് കാശുകൾ വാങ്ങി എന്നിട്ട് ഒതുക്കി വിടും. അങ്ങനത്തെയൊക്കെ കേസുകളാണ്. ഞാൻ കേരളം ഒട്ടുക്കൊക്കെ ഇറങ്ങി ലക്ഷദ്വീപ് രാമപുരത്ത് കവർത്തി മിനിക്കോ വരെ പോയി. ഷെൽസിംഗ് വന്ന സമയത്ത് 3 കമ്പനി അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നു. അവിടെ LP ഉണ്ട്, ലക്ഷദ്വീപ് പോലീസ്, കേന്ദ്രഭരണ പ്രദേശമാണ്, ഗൾഫ് സിസ്റ്റമാണ്, പുരുഷധനം അവിടെ, സ്ത്രീധനം ഇല്ല, നിറച്ച് തെങ്ങാണ്, കരഭാഗം കുറവ് 4 വശവും കടലുമാണ്. നല്ല സ്ഥലം. കൊച്ചിയിൽ നിന്ന് 3 കപ്പലുണ്ട്. അമിൻദീപ്, ഭാരത് സീമ, ടിപ്പു സുൽത്താൻ. ഇതിൽ അരമണിക്കൂറിനകത്ത് ബോട്ടിലിരിക്കുന്ന കരയിൽ പോകാൻ. 2 പേര് മോളെ അയച്ച് ചെറുക്കനെ ഐറ്റിയിലും പഠിപ്പിച്ചു. ഈ മെഡിക്കൽ കോളേജിൻ്റെ തന്നെ. മെഡിക്കൽ കോളേജിനോട് ആ ക്യാഷ് മെഡിക്കൽ സ്റ്റോർ 24 മണിക്കൂർ മെഡിക്കൽ സ്റ്റോറുണ്ട്. ഇതല്ല അപ്പുറത്ത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ 3 പേര് കിടക്കും. അവിടെ പിന്നെ വേറെ അലവലാതി കേസുകളൊന്നുമില്ല. അതെല്ലാം ഇങ്ങോട്ടേ ഉള്ളൂ. ഉള്ളാടി ടീമല്ല. അവിടെ അങ്ങനെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോവും, 5 മണിയാകുമ്പോൾ ഇരിക്കും. നല്ല നിലയ്ക്ക് ജീവിച്ചു. ഇപ്പൊ തെരുവിലാണ് ജീവിതം.
ഇതിലാക്കിയതാണ് നമ്മളെ വീട്ടുകാർ കൊണ്ടുതന്നെ. എൻ്റെ മൂത്ത ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞ് നമ്മളതിൽ പെണ്ണുങ്ങൾ പോകുമല്ലോ, അവർ പോയി വളയിട്ടിട്ട് വന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞത് എന്തായാലും ദോഷമാണ്. എൻ്റെ ഒരു ഇത് കൊണ്ട് തന്നെ മാനസികമായിട്ട് തകർന്നാണ് ഉമ്മ മരിച്ചത്. അവരും ജോലി കളഞ്ഞ് സുഖമില്ലാതെ കിടന്ന് ലക്ഷങ്ങൾ ടിപ്സിലായി. പിന്നെ മാക്സിമം പിന്നെ അയക്കാനൊക്കെ രണ്ടാമത്തെ ചേട്ടൻ ഗൾഫിലായിരുന്നു, അവൻ എഞ്ചിനീയർ ആയിരുന്നു. അവൻ ശരിക്കൊക്കെ സഹായിച്ചു. നാളായിട്ട് നിന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്.